ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? എന്തൊക്കെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഓക്കെയാണ്, ഒക്കെ സെറ്റായിരിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ് ആകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അതായത് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. പല സിനിമകളും നമ്മളെ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ ആ രീതിയിലാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഒരു പ്രസന്റ്ലി ഒരു ഇതുണ്ടല്ലോ, എന്നാന്ന് വെച്ചാൽ സിനിമ ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള രീതിയിലൊരു ടോപ്പിക് ഉണ്ടല്ലോ. അതിനോട് എനിക്ക് അത്രയും ഞാൻ ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. സിനിമയെ നമുക്ക് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സിനിമയെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ സിനിമയിലൂടെ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ റിയലൈസ് പോലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും സിനിമയിലൂടെ വന്നിട്ട് നമുക്ക് മനസ്സിലാവുക, സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ പല പല സിനിമകളും നമുക്ക് അങ്ങനെ മനസ്സിലാക്കി തന്നിട്ടുള്ള സിനിമകളും ഉണ്ടല്ലേ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള, അങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ അടുത്തിറങ്ങിയ പൊന്മാൻ എന്ന് പറയുന്നത്. ഈ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് അത്ര ഇൻഫ്ലുവൻസ് ആയി എന്ന് പറയാൻ കാരണം, അതിലെ ക്യാരക്ടേഴ്സ് ആരെങ്കിലും ഒരാൾ, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും നമ്മളെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരാളായിരിക്കും. ചിലപ്പം അത് നമ്മൾ തന്നെ ആയിരിക്കും, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള കുടുംബത്തിലെ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ ആരെങ്കിലും, അല്ലെ അയൽവാസി ആയിരിക്കും, നാട്ടിലുള്ള ആളായിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരാളായിരിക്കും ആ ഒരു ക്യാരക്ടറിൽ ചെയ്തിട്ട്. ആ ഒരു സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന്റെ എല്ലാ കാര്യമാണ് ഞാൻ പറയുന്നത്. ലേഡി ക്യാരക്ടർ, മെൻസ് ക്യാരക്ടർ, അങ്ങനെയൊന്നുമല്ല. ഞാൻ എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യരെ തന്നെയാണ് കാണിക്കുന്നത്. ഇത്രയും നമ്മൾ പുരോഗമിച്ചു, പ്രോഗ്രസീവായ തോട്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഈ കാലഘട്ടത്തിലും സ്ത്രീധനം എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. ലീഗലി അത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ക്രൈം ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയെ തന്നെ പലരും സ്ത്രീധനം കൊടുക്കുക, വാങ്ങുക, ചോദിക്കുക, പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ന്യൂസുകളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ നാടുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അങ്ങനത്തെ ഒരു വിഷയത്തിനെയാണ് ഈ സിനിമ എടുത്തിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. അതൊരു നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. ഒരു നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞ ഒരു നോവലുമായിട്ട് റിലേറ്റ് ചെയ്ത നോവൽ നടന്ന കാര്യമാണ്. ആ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ വന്നേക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഉള്ള ആളാണ്, അവരെ പിന്നെ കാണാതായി, അങ്ങനെയൊക്കെ ആണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ സൊസൈറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് അതിൽ ഓരോ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ അജേഷിനെ എടുത്തു കഴിഞ്ഞാൽ, അജേഷ് എന്ന് പറയുന്നത് ഒരു ജീവിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, അതിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്. നമ്മളൊക്കെ മിഡിൽ ക്ലാസ്, നമ്മളൊക്കെ നമ്മുടെ പാരമ്പര്യമായിട്ട് ആരും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പൊ നമ്മള് പിഴക്കും, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ ജീവിച്ച് പിഴച്ചു പോകും, അതായത് ജീവിച്ചു പോകും. അതുള്ള അത്രയും സ്ട്രഗിൾ എന്നുള്ള ഒരാൾ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതൊക്കെ, അതിന് ഞാൻ എന്ത് വില കൊടുത്തും ഇങ്ങനെ നേടും എന്നുള്ള രീതിയിലുള്ള അവന്റെ ആ ഒരു കോൺഫിഡൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ എക്സ്പീരിയൻസ് എന്നാണ്. അവന്റെ എക്സ്പീരിയൻസ് ആണ്, അവൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ സാഹചര്യമാണ്. നമുക്ക് ഫസ്റ്റ് സിനിമയുടെ തുടക്കത്തിൽ കണ്ടപ്പോൾ ഒരിക്കലും അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്നോ ഇത്രയും പ്രോബ്ലങ്ങളിലൂടെ കടന്നു വരുന്ന ഒരാളാണെന്നൊന്നും നമുക്ക് തിങ്കിങ് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും പൈസേന്റെ ഡീലിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അമ്മ പറയുന്നത് 3 സെന്റ് സ്ഥലം വെച്ചിട്ട് നടത്തുന്ന പരിപാടിയാണ് അവൻ്റെത് എന്നുള്ള രീതി പറയുമ്പോഴാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമം. കാരണം ആ വീട് നമ്മൾ കണ്ടതാണ്. ആ വീട് കണ്ടപ്പോൾ തന്നെ നമ്മൾ തകർന്നുപോയി. ആ വീട് പണയത്തിൽ വെച്ചിട്ടുള്ള ആ പൈസനെ കൊണ്ട് റോൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. കാരണം എന്താ പറയാ, ജീവിതത്തിന്റെ ആ ഒരു കഷ്ടപ്പാട് അത്രയും തോളം സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് വരുന്ന ഒരാളാണ് അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതുപോലെ ലിജിമോൾ അവതരിപ്പിച്ച സ്റ്റെഫി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ,
നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു 32 വയസ്സായിട്ട് കല്യാണം കഴിയാത്തൊരു പെണ്ണാണ് ലിജിമോൾ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് വീട്ടുകാർ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം നടത്തിക്കാനുള്ള ശ്രമം നടത്തുവാണ്. അതുകൊണ്ടാണ് സജിൻ ഗോപ് ചെയ്യുന്ന മരിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടറുമായിട്ടുള്ള കല്യാണം നടത്തുന്നത്. കല്യാണം നടത്താൻ വേണ്ടി വീട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സ്ട്രഗിള്, അതൊക്കെയാണ് സിനിമ പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് അവർ കല്യാണം നടത്താൻ ശ്രമിക്കുമ്പോൾ പോലും ഒരു സ്വന്തം കാലിൽ നിൽക്കാനോ ഒരു ജോലി വാങ്ങാനോ സ്വന്തമായി എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനോ ഉള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. അത് ഒരു സൈഡിൽ പറയുന്നുണ്ട്, ഒരു അമ്മയും മോളുടെയും ക്യാരക്ടർ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ കാരണമാവാം. കാരണം അങ്ങനെ പെൺകുട്ടികളെ ജോലിക്ക് വിടുന്ന ഒരു കാര്യമൊന്നും വീട്ടിലുണ്ടാവില്ല. അത് പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും വിടാത്ത വീട്ടുകാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട്, ഗതികേട് കൊണ്ട് അങ്ങനെ ആയിപ്പോയതാവാം. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും ആ ഗോൾഡ് കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് മുഖത്ത്. അതൊരിക്കലും ആ ഒരു സ്വർണത്തിനോടുള്ള ആ ഒരു ആക്രാന്തമായിട്ടല്ല എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഇടേണ്ട ഒരു സാധനമാണ്, ഞാൻ അണിഞ്ഞൊരുങ്ങേണ്ട ആണ്, എനിക്കുള്ളതാണ് എന്നുള്ള ആ ഒരു സന്തോഷമാണ്. കാരണം ഇതുവരെ ഒന്നും ഇല്ലാതിരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ആ ഒരു വരുന്ന സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്വർണം തരില്ല എന്ന് പറയുന്നത് പോലും ആ ഫാമിലി റിലേഷൻ അവിടെ കല്യാണം കഴിഞ്ഞു, ഇനി അത് വീണ്ടും തകർന്നു പോയി, അത് മോശാവസ്ഥയിലേക്ക് പോവണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് അജേഷിന്റെ ജീവിതത്തിലെ പ്രോബ്ലംസ് എൻ്റെ പ്രോബ്ലം വെച്ച് നോക്കുമ്പോൾ അജേഷിന് വലിയ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവളത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത്. അതുപോലെ തന്നെ മരിയാനോയുടെ ക്യാരക്ടർ, അതായത് സജിൻ ഗോപിന്റെ ക്യാരക്ടർ പറയാനാണെങ്കിൽ ഈ കാലാകാലമായി തുടരുന്ന കാര്യമാണ്. ആ വീട്ടിലെ ആൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടിരുന്നു, ആ സ്വർണ്ണം എടുത്തിട്ട് വീട്ടിലെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇവക്ക് കിട്ടിയ ആ സ്വർണ്ണം ഇവന്റേതാണ്, അത് വെച്ച് വേണം പെങ്ങളുടെ കല്യാണം നടത്താൻ, കല്യാണം കഴിച്ചു പോയ പെങ്ങൾക്ക് കൊടുക്കാൻ. അങ്ങനെ പല പല കാര്യങ്ങളും ആണ് അവിടെ സംസാരിക്കുന്നത്. ഇവിടെ ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല, സൊസൈറ്റി ഇങ്ങനെയാണ്. അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിൽ എന്താ വെച്ചാൽ അത്രയും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അതുപോലെ ഷെഫീന്റെ ആങ്ങളേന്റെ ക്യാരക്ടറിന് കാണിക്കുന്നത് ജീവിതത്തിൽ അത്രയും ഉഴപ്പനായിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കാര്യം പോലും നോക്കാതെ നടക്കുന്ന ഒരാളാണ്. പാർട്ടിക്കാർ നോക്കിക്കോളും, നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അവിടെ പോലും പെങ്ങളുടെ കല്യാണം നടത്താത്തതിന് ആങ്ങളക്കാണ് കുറ്റം. പെങ്ങളുടെ കല്യാണം നടത്തുന്നത് ആങ്ങളയുടെ ഉത്തരവാദിത്വം അല്ലല്ലോ. ഇപ്പൊ നമുക്കൊരു കല്യാണം കഴിക്കണമെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വം ആവണം. നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പോഴേ കഴിക്കാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു പെൺകുട്ടി ജനിക്കുക എന്ന് പറയുന്നത് എന്താണ്? ആ പെൺകുട്ടി ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടീനെ കല്യാണം കഴിപ്പിക്കാനുള്ള കൂടിയുള്ള സ്വർണം പൈസയൊക്കെയാണ് വീട്ടുകാർ കരുതുന്നത്. നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിച്ച ആ കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ചെയ്തു കൊടുക്കണം, ഫുഡ്, ഷെൽട്ടർ, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു കൃത്യമായ എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് ബോയ് ആണെങ്കിലും ഗേൾ ആയാലും കൃത്യമായ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. അവർക്കൊരു എത്രയാ, ഒരു 20 ആ ഒരു 22 ആ ഒരു ഏജ് വരെ എത്രയാണോ, ഒരു ഡിഗ്രി ആണോ അല്ല അവർ ഉദ്ദേശിക്കുന്ന കോഴ്സ് എന്താണോ അത് കഴിയുന്നവരെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് അവരെ വിടുക മീൻസ് നമ്മൾ അവരെ അന്വേഷിക്കേണ്ട ഒരു റിലേഷനും ഇല്ല എന്നല്ല. നമ്മൾ അവര് സ്വന്തമായി ജോലി ചെയ്യട്ടെ, അവര് വരുമാനം ഉണ്ടാക്കട്ടെ, അവര് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കട്ടെ, ജീവിക്കട്ടെ, പല പല നാടുകളിലും പോയി ജീവിക്കട്ടെ, അവര് സന്തോഷിക്കട്ടെ, വിഷമിക്കട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ. ചെയ്ത് അവർക്ക് തന്നെ മനസ്സിലാവും എനിക്ക് ലൈഫിൽ ഒരു പാർട്ട്ണർ വേണം. അങ്ങനെ ഒരു വേണം എന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർ സ്വന്തം ഉണ്ടാക്കട്ടെ പാർട്ട്ണറെ. അവർ സ്വന്തമായിട്ട് അവര് ലവ് ആയാലും ഏത് റിലേഷൻ എങ്ങനെയാണെങ്കിലും അവര് തോന്നുമ്പോൾ ഉണ്ടാക്കട്ടെ. അവർക്ക് അങ്ങനെ ഒരു റിലേഷൻ വേണം തോന്നുമ്പോൾ ചെയ്യട്ടെ, അത് ബോയ് ആയാലും ഗേൾ ആയാലും. ഇതിനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിലുള്ള ഒരു കാലഘട്ടത്തിന്റെ ഒരു കഥയാണ് പറയുന്നത്. അത് ആ സിനിമ പറയുന്നത് പഴയ കാലഘട്ടം ആണെങ്കിൽ പോലും, അതായത് ആ കഥ വന്നത് കുറെ നാൾ മുമ്പാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഇല്ലേ നമ്മുടെ കേരളത്തിലെ, അതായത് ഇന്ത്യയിലെ സിറ്റുവേഷൻ ഒരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല എന്ന് നമുക്ക് അത്രയും ഉറപ്പാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പല പല ന്യൂസുകളും ഒക്കെ നമ്മുടെ നാട്ടിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇത്രയും വർഷങ്ങളായിട്ടും ഇത്രയും 21ാമത്തെ നൂറ്റാണ്ടായിട്ട് പോലും നമുക്ക് അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആങ്ങളുടെ ഉത്തരവാദിത്തം അല്ല പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത്.
ആങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് അജേഷിനെ പോലെ കഷ്ടപ്പെട്ട് ത്യജിച്ച് പണ്ടാരടങ്ങിയിട്ട് പെങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കേണ്ട ആളല്ല ആങ്ങള. അതുപോലെ നമ്മൾ സ്വന്തം ഒന്നും ചെയ്യാതെ ജോലി ചെയ്യാതെ നമ്മളെ ആരെങ്കിലും വന്ന് കല്യാണം കഴിപ്പിച്ച് തരും, വീട്ടുകാർ കഴിപ്പിച്ച് തരും, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ഒരിക്കലും പെൺകുട്ടികൾ നിൽക്കാൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഈ അജേഷിന്റെ ക്യാരക്ടറിന്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് കാണിക്കേണ്ട അജേഷിന്റെ അമ്മയും പെങ്ങളും ഒരുപോലെ ജോലി ചെയ്യുന്നുണ്ട്. അജേഷ് കഷ്ടപ്പെടുന്ന പോലെ തന്നെ അവരും കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ജീവിതം കൊണ്ടുപോകാനും. ഒരു അഡൾട്ട് ആയിക്കഴിഞ്ഞാൽ ഒരു 18 വയസ്സ്, ഒരു 20 വയസ്സ് പോട്ടെ, ഒരു 25 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു കട്ടൻ ചായ കുടിക്കണമെങ്കിൽ പോലും നമ്മൾ ഒരു ജോലി ചെയ്ത് നമ്മളെ ഒരു 10 രൂപ ഉണ്ടെങ്കിലേ നമുക്ക് ആ കാര്യം നടക്കുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരെയും വന്ന് രക്ഷിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ ചെയ്യാത്ത, പെങ്ങളെ കെട്ടിക്കേണ്ട ഉത്തരവാദിത്തം ആങ്ങളമാരെ തലയിലാക്കി ആങ്ങളമാരെ ഗൾഫിൽ അയച്ച് അവിടെ എടുത്ത് കഷ്ടപ്പെട്ടിച്ച് ജീവിതം ആസ്വദിക്കാതെ, ജീവിതം എന്താണെന്ന് അറിയാത്ത ജീവിതം കഷ്ടപ്പെട്ട് പെങ്ങളെ കല്യാണം കഴിച്ച് വെച്ച് വീട് വെച്ചു, അത് ചെയ്തു, അനിയൻ ഇത് ചെയ്തു, ഏട്ടൻ അത് ചെയ്തു, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ബോയ്സിൽ അങ്ങനെ ചെയ്യുന്നവരുള്ള പോലെ തന്നെ ഗേൾസിലും ഉണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ആ ഒരു പെൺകുട്ടീൻ്റെ, മൂത്ത കുട്ടിയാണെങ്കിൽ ആ മൂത്ത കുട്ടിയുടെ അല്ല, ആരാണോ അത് എടുക്കാൻ ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരാൾ കണ്ടുപിടിച്ചിട്ട് അവരുടെ തലയിൽ ആ ഉത്തരവാദിത്തങ്ങൾ വെക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ അതിനുവേണ്ടി വീട്ടിൽ എങ്ങനെ കഷ്ടപ്പാടില്ലാതെ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവർ സ്ട്രഗിൾ ചെയ്യാണ്. വീട്ടിലെ കാര്യം നോക്കണം, ഓഫീസിൽ പോകണം, പൈസ ചെലവ്, അത് ഇത് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുറത്തു പോയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി അതുപോലെ കഷ്ടപ്പെടുന്ന ലേഡീസും ഉണ്ട്. അതുപോലെ നാട്ടിൽ തന്നെ ജോലി ചെയ്തിട്ട് ഫാമിലിനെ നോക്കിയിട്ട് അതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്തിനാണ്? നമ്മളൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാണ്. നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ഉള്ള വിദ്യാഭ്യാസം തന്നിട്ടുണ്ട് ആവശ്യത്തിന്. ഇനിയിപ്പോൾ അവർക്ക് സപ്പോസ് തരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന നമ്മുടെ കഴിവ് വെച്ചിട്ടുള്ള ഏത് മേഖലയാണോ അവിടെ നമ്മൾ എത്തിയിട്ട് നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ ജീവിക്കുക. നമുക്ക് പറ്റുന്നത് പോലെ ജീവിച്ചിട്ട് നമ്മുടെ കാര്യം നമ്മൾ നോക്കി സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാതെ ഇങ്ങനെ ആരെങ്കിലും വരുന്ന നോക്കുന്നതും ആരെങ്കിലും എന്തെങ്കിലും തരുന്നതും നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള പ്രോബ്ലംസ് മാത്രമേ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അതിൽ ആ അമ്മയുടെ ക്യാരക്ടർ, അതായത് സ്റ്റെഫിയുടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്ന അവരുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ശരിക്കും മനസ്സിലാകും. ആ കൊല്ലത്തൊക്കെ കാണുന്ന ആ ഒരു സിസ്റ്റമാണ്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ മൂവി കഴിഞ്ഞിട്ട് ഇവർ ഇത്രയും പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ സ്വർണത്തിന്റെ കണക്കൊക്കെ 60,000 വെച്ചിട്ടുള്ള കണക്കൊക്കെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു 7 ലക്ഷമൊക്കെ പിരിഞ്ഞു കിട്ടുമോ ഒരു കല്യാണത്തിന് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളും ഓരോ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അതിൽ കമൻ്റായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് 50 ലക്ഷം കിട്ടിയിട്ടുണ്ട്, 30 ലക്ഷം കിട്ടിയിട്ടുണ്ട്, കോടി 1 കോടിയൊക്കെ കിട്ടിയിട്ടുള്ള കല്യാണങ്ങളും ഹൗസ് വാമിങ്ങുകളും കൊല്ലത്ത് നടക്കുന്നുണ്ട്. അത് ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് മക്കളെ കല്യാണം കഴിച്ച് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ആവുന്നുണ്ട് അത്. പക്ഷെ നല്ല വശങ്ങൾ പോലെ തന്നെ അതിനും മോശം വശങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ സ്ത്രീധനം എന്നുള്ള ഒരു സിസ്റ്റം, അങ്ങനെ ഒരു വഴിയുള്ളത് കൊണ്ടാവാം സ്ത്രീധനം എന്നുള്ള സിസ്റ്റം വീണ്ടും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പുറത്തെ വീട്ടിലുള്ള ആ ഒരു 20 പവൻ കൊടുത്തു, നമ്മൾ 30 പവൻ കൊടുക്കണം, അല്ലെ എനിക്ക് എൻ്റെ ഏട്ടന് ഇത്ര കിട്ടിയ എനിക്ക് ഇത്ര കിട്ടണം എന്ന് ഓരോരുത്തരും, അത് പെണ്ണിൻ്റെ വീട്ടുകാരായാലും ചെറുക്കൻ്റെ വീട്ടുകാരായാലും ഇങ്ങനെ പറയുന്ന ആ ഒരു സിസ്റ്റം ചിലപ്പോൾ ആ ഒരു സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ടാവണം. കൊല്ലം എന്നുള്ള ഡിസ്ട്രിക്റ്റിനെ എടുത്തിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും അതൊരു കൊല്ലത്തെ മാത്രം കഥയല്ല, കേരളം മുഴുവനുള്ള എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് അവരൊരു സ്ഥലത്തിന് വേണ്ടിയിട്ട് അവർ കൊല്ലം എന്നുള്ളൊരു സ്ഥലം എടുത്താണ്, അവിടെയാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ പിരിവും കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കഥയെന്ന് അത് വന്നത്. പക്ഷേ നമ്മുടെ കേരളം മുഴുവൻ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള
ഇപ്പൊ പ്രസന്റിൽ പോലും അത്രയും റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ആ സിനിമ കൈകാര്യം ചെയ്തത്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഈ സിനിമയിലൂടെ നമുക്ക് പല പല വഴികളും ചിന്തിക്കാം. പല പല ആൾക്കാര് ഓരോരുത്തരുടെ തോട്ട് എങ്ങനെയായിരിക്കും അവരെ നമുക്ക് അനാലിസിസ് ചെയ്യാം. ഇങ്ങനെ ഏത് തരത്തിലാണ്, അങ്ങനെയാണ് സൊസൈറ്റിയിൽ എന്താണ് ആ കഥ, അതായത് ഈ ഒരു 4-5 ചെറുപ്പക്കാരെന്നുള്ള ആ ഒരു നോവലിനെ ബേസ് ചെയ്താണല്ലോ ഈ സിനിമ വന്നത്. അപ്പോൾ ഈ കഥ എഴുതുമ്പോൾ ആ ഒരു തിരക്കഥാകൃത്തിന്റെ ചിന്തയിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതും ഈ ഡയറക്ഷൻ ഈ മൂവിയിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ അതായത് നോവൽ തന്നെയല്ലല്ലോ സിനിമ എടുത്ത് ചെയ്യുന്നത്, അത് ചേഞ്ച് കുറെ വരുത്തിയിട്ടാണ് അവർ സിനിമയിലേക്ക് ആക്കുന്നത്. അപ്പോൾ സിനിമയിലേക്ക് ചെയ്യുമ്പോൾ ആ തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ എന്താണ്, അദ്ദേഹം എന്താണ് സൊസൈറ്റിനോട് പറയാൻ ശ്രമിച്ചത്, എന്തിനൊക്കെ മാറ്റം കൊണ്ടുവരണം എന്നാണ് മനസ്സിലാക്കിയത്, എന്തൊക്കെ എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കണം എന്നാണ് അവർ ചിന്തിച്ചത്. അതാണ് ആ സിനിമ. ആ സിനിമയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീപ്പായിട്ട് ചിന്തിച്ച് തന്നെ നമുക്ക് പല പല കാര്യങ്ങളും ഇതുപോലെ മനസ്സിലാവുന്നതാണ്. ഇപ്പൊ ആ സിനിമയായിട്ട് പൊന്മാൻ എന്ന സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായത് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത്രയും വലിയ മോശമായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അത് വളരെയധികം മോശമാണ്. അത് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ആരുടെ സൈഡ് ആണെങ്കിലും വളരെ മോശമാണ് അത് കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ. നമുക്കിങ്ങനെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറുന്നത് പോലെ അതും മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതും മാറട്ടെ, വർഷങ്ങൾ എടുത്തേക്കാം, പക്ഷെ എങ്കിലും അതും കുറച്ച് കാലത്തിന് ശേഷം അതും മാറട്ടെ. എല്ലാവരും സ്വന്തം കാലിൽ നിന്ന് അവര് ജോലി നേടി അവർക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക്, അവരുടെ കാര്യം അവർ തന്നെ നോക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, പെൺമക്കള് ബാധ്യതയാവാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ ഇന്ന് ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളതെന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് വേറെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൂടി കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.